ദിവസം നമ്മളൊരു ന്യൂസ് കണ്ടിരുന്നു. മകൻ അമ്മയെ കുക്കറിൻ്റെ അടപ്പോ പാനോ എന്തോ വെച്ചിട്ട് തലക്കടിച്ചെന്നോ അവർ ദയനീയമായിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ കണ്ടിരുന്നത്. അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷം എന്നാണ് പറയുന്നത്. രണ്ട് പക്ഷമൊന്നുമില്ല, ഒറ്റൊരു പക്ഷമേ ഉള്ളൂ. അമ്മയെ തല്ലുന്നത് വളരെ തെറ്റ് തന്നെയാണ്. തെറ്റ് തന്നെ ഉള്ള പക്ഷം തന്നെ ഞാൻ വിശ്വസിക്കുന്നു. എന്നാലും ഒരു മകൻ വിദേശത്തുനിന്ന് വന്നിട്ട് അമ്മയെ തല്ലണമെങ്കിൽ അതിനെന്തായിരിക്കും കാരണം? അവർ പറയുന്നത് സ്വത്ത് തർക്കമാണെന്നൊക്കെ പറയുന്നു. പക്ഷെ എന്തുകൊണ്ടായിരിക്കും ഒരു മകൻ അമ്മയെ തല്ലുന്ന നിലയ്ക്ക് എത്തുന്നത്? ആൽക്കഹോളിക് അല്ല, ഡ്രഗ് അല്ല, MDMA അല്ല, ഒന്നുമല്ല. അമ്മ പറയുന്ന മരുമോള് തല്ലി എന്ന് പറയുന്നു, മോൻ തല്ലി എന്ന് പറയുന്നു. സത്യം പറഞ്ഞാൽ തല്ലുമെന്ന് തന്നെ ആർക്കറിയാം. ചില അമ്മമാരുണ്ട് നുണ പറയുന്ന അമ്മമാര്, നുണ മാത്രം പറയുന്ന അമ്മമാർ. നമ്മൾ ഈ സിനിമയിൽ കാണുന്ന അമ്മമാർ അല്ലെങ്കിൽ സീരിയലിൽ കാണുന്ന അമ്മമാരും അല്ലാത്ത ചില അമ്മമാരുണ്ട്. ഇപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ അമ്മമാർ നല്ല അമ്മമാരായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ അമ്മേനെ വെച്ചിട്ടായിരിക്കും വിലയിരുത്തുന്ന ഈ ഒരു ന്യൂസ് എല്ലാം. പക്ഷെ എല്ലാ വീട്ടിലെ അമ്മമാരെ ഇതേപോലെ ആവണം എന്നില്ല. ഒരു മരുമകളെ ഒരുപോലെ കാണുന്നവരാവില്ല, അല്ലെങ്കിൽ മകനെ ഒരുപോലെ കാണുന്നവരാവില്ല, മക്കളെ തുല്യ സ്നേഹത്തോടെ കാണുന്നവരാവില്ല. എവിടെയെങ്കിലൊക്കെ പക്ഷപാതോ അതല്ലെങ്കിൽ അവരുടെ കുറ്റങ്ങളും കുറവുകളും അല്ലെങ്കിൽ അവരെ താരതമ്യപ്പെടുത്തുന്ന രീതിയോ ഒക്കെ ആയിരിക്കാം ചില വീട്ടുകളിൽ നടക്കുന്നുണ്ടാവുന്നത്. നമ്മൾ ചില ന്യൂസുകളൊക്കെ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് ഇട്ടായിരുന്നു, ഒരു ജോമോനെയും ജോമോന്റെ അമ്മയും പറഞ്ഞിട്ടൊരു ന്യൂസ്. അവർ മരുമകളോട് പെരുമാറുന്ന രീതി, ആ വീഡിയോ സഹിതമാണ് ഞാൻ ഇട്ടിരുന്നത്. അതിൻ്റെ അടിയിൽ കുറേ കമന്റുകൾ വന്നിട്ടുണ്ട്. നാട്ടുകാരില്ലേ അവരെ തല്ലി ശരിപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് പ്രാക്ടിക്കലായെന്ന് മാത്രം. ചില അമ്മമാരുടെ നാവ് ശരിയല്ല, അവരുടെ പ്രവൃത്തികൾ ശരിയല്ലാത്തതുകൊണ്ട് ചില മക്കൾ ഈ അടിയും തല്ലൊക്കെ പ്രാക്ടിക്കൽ ആക്കുവാണ്. കേസിന് പോയിട്ടും കാര്യമില്ല, അല്ലെങ്കിൽ പറഞ്ഞു നോക്കിയിട്ടും കാര്യമില്ല. എന്ത് ചെയ്തിട്ടും ചില സ്ഥലത്ത് ക്ലിയർ ആവാത്തതുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് അവരുടെ ടെമ്പർ എല്ലാം തെറ്റിയിട്ടായിരിക്കും ചിലപ്പോൾ ഇതെല്ലാം ചെയ്തു പോകുന്നത്. ഞാൻ ന്യായീകരിക്കൊന്നുമല്ല, പക്ഷെ ചില സ്ഥലത്തെങ്കിലും അങ്ങനെ തന്നെയാണ്. മക്കളെ വിവാഹം കഴിപ്പിച്ചതിന് ശേഷം മകൻ സ്വന്തം വീട്ടിൽ വേണം. മകൻ നല്ല പുത്രനാണ്, പക്ഷെ മരുമകൾ ഇവിടെ നിൽക്കാൻ പാടില്ല. മരുമകൾ അവളുടെ വീട്ടിൽ പോയി വേണമെങ്കിൽ നിന്നോളണം. പിന്നെ എന്തിനാണ് വിവാഹം കഴിപ്പിക്കുന്നത്? നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കാനാണെങ്കിൽ, നിങ്ങളുടെ മക്കൾ മാത്രം മതിയെങ്കിൽ നിങ്ങളുടെ മക്കളെ വെച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുക. വേറൊരു അന്യ വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടിയെ ജീവിക്കാൻ വേണ്ടി നിങ്ങളുടെ വീട്ടിലോട്ട് വിളിച്ച് വരുത്താണ്ടിരിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയ്ക്കും പറ്റുന്നില്ലെങ്കിൽ അവരെ വേറെ ഒരു ജീവിതത്തിലോട്ട് ജീവിക്കാൻ വേണ്ടി വേറെ ഏതെങ്കിലും വീടെടുത്ത് മാറാനോ ഒക്കെ നിങ്ങൾ സമ്മതിക്കുക. അതിനെ സമ്മതിക്കത്തില്ല എന്ന മരുമകളൊത്ത് ഒരുമിച്ച് ജീവിച്ച് പോകാൻ ഒരു അല്പം പോലും തയ്യാറാവാത്ത അമ്മായിമ്മമാരെ എനിക്കറിയാം പേഴ്സണലി. ഈ ആൺമക്കൾക്ക് തുറന്ന അമ്മമാരുമായിട്ട് ചിലപ്പോൾ സംസാരിക്കാൻ പറ്റത്തില്ല. കാരണം സംസാരിക്കാൻ പറ്റാത്ത ചില വിഷയങ്ങളൊക്കെ ആയിരിക്കും. അത് ചിലപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ മരുമക്കളായിരിക്കും. അത് ചിലപ്പോൾ അമ്മായിമ്മമാർക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ മെയിൻ ആയിട്ടുള്ള ശത്രു ആരാവാണ്? ഈ മരുമകളാവാണ്. സത്യം പറഞ്ഞാൽ മകന്റെ താല്പര്യമായിരിക്കും ഈ മരുമകള് പ്രകടിപ്പിക്കുന്നത്. മകൻ അത് ഇഷ്ടമല്ല. നേരെ ശത്രു ആവുന്നത് മരുമകളായിരിക്കും. പിന്നെ അമ്മായിമ്മയും മരുമകളും തമ്മിലുള്ള ഒരു പോരാണ് ആ വീട്ടിൽ. പിന്നെ അതിൻ്റെ ഇടയിൽ കിടന്ന് കഷ്ടപ്പെടുന്ന ആ ഒരു മകനും. 30 വയസ്സ് വരെ വളർത്തി വലുതാക്കിയ ഒരു മകൻ, അവൻ പോയി കല്യാണം കഴിച്ച് വീട്ടിലോട്ടൊരു മരുമകൾ കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ ഒരു കാര്യത്തിൽ അഭിപ്രായം പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്ത് പറഞ്ഞാലും, അത് നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ, എന്ത് പറഞ്ഞാലും അത് ആ മരുമകൾ പറഞ്ഞു കൊടുത്തതാണ്, അല്ലെങ്കിൽ തലകരണ മന്ത്രം പറഞ്ഞു കൊടുത്തതാണ് എന്നൊക്കെയുള്ള രീതിയിലാണ് ഈ മാതാപിതാക്കൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോൾ ആണുങ്ങൾ അതിനകത്ത് ഫ്രസ്ട്രേറ്റഡ് ആണ്. ചിലപ്പോൾ ചെയ്തു പോവും. സന്തോഷമായിട്ട് ഇരിക്കാനല്ലേ നിങ്ങൾ മക്കളെ കല്യാണം കഴിപ്പിക്കുന്നത്? ഇപ്പം മകനും മരുമകളും ഒക്കെ ആയിട്ട് അവരുടെ മക്കളും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കാനാണ് നമ്മൾ മക്കളെ വിവാഹം കഴിപ്പിച്ച് വിടുന്നത്. ഒത്തൊരുമിച്ച് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരുമിച്ച് റൂമിനകത്ത് ഇരിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ അത് ചിരിക്കുവാണെങ്കിൽ, സന്തോഷമായിട്ട് ഇരിക്കുവാണെങ്കിൽ അപ്പം പ്രശ്നമാണ്. അയ്യോ അത് പറ്റത്തില്ല എന്നുള്ള രീതിയിൽ.